ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുടിയുടെ സംരക്ഷണം അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം. മുടി കൊഴിച്ചിലും താരനും പലപ്പോഴും അലട്ടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല പോലെ ഉള്ളോടുകൂടി വളരാനും ഒരു അടിപൊളി പാക്കാണിത്. ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ തലേന്ന് രാത്രി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ ഉപ്പൊന്നും ഇടാത്ത കഞ്ഞിവെള്ളം എടുക്കുക. മുടി വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം മാത്രം മതി. മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും ബലവും വളർച്ചയും വർദ്ധിപ്പിക്കാനൊക്കെ കഞ്ഞിവെള്ളം നല്ല പോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ കെയർ വീഡിയോ. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ചെറുപയറാണ് ഇടുന്നത്. മുടിക്കും നമ്മുടെ ചർമ്മത്തിനും ചെറുപയർ ഒരു മാജിക് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും നമുക്ക് വീട്ടിൽ തന്നെ ചെറുപയർ ഉപയോഗിച്ച് നല്ല പാക്ക് തയ്യാറാക്കിയെടുക്കാം. പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിനുകൾ എന്നിവയൊക്കെ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട്. തലയിൽ അഴുക്ക് പോകാനും ചെറുപയർ നല്ലതാണ്. അപ്പം അടുത്ത് നമ്മൾ ഉലുവയാണ് എടുക്കുന്നത്. ഉലുവയും അതുപോലെ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഉലുവയും നമുക്ക് താരം പോകാനും മുടി വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഉലുവ നല്ല പോലെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തലേന്ന് രാത്രിയിലാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൽ ഇവ രണ്ടും ഇട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് തലേന്ന് രാത്രി തന്നെ ചെയ്യാം നമ്മൾ. അപ്പം പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഇങ്ങനെ കുതിർന്ന് എല്ലാം നല്ലപോലെ കുതിർന്ന് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ നല്ലൊരു ക്രീമി ആയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉലുവയും ചെറുപയറും കഞ്ഞിവെള്ളത്തിൽ നല്ല പോലെ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടൈപ്പിലായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് മുടിയിലേക്ക് തേക്കുന്നതിന് മുന്നേ നമ്മളെ ഒരു ഹെയർ ഓയിൽ, നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഓയിൽ എടുത്തിട്ട് ഡബിൾ ബോയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഡയറക്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കരുത്. ഇതേപോലെ ഒരു തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒരു ബൗളിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ കുറച്ചൊന്ന് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്നിന് സഹിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചൂട് ഉണ്ടാവണം. അപ്പം ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കൈ പൊള്ളാതെ നോക്കണം. അതുപോലെ തന്നെ നമ്മളെ തലയോട്ടിയും പൊള്ളാതെ നോക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ചൂടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ നല്ല പോലെ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പാക്ക് തലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ല പോലെ പാക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുടിയിലേക്കും എല്ലാ ഭാഗത്തും നല്ല പോലെ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ പാക്ക് തലയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂർ തന്നെ വെക്കുക. അല്ലാത്തവരാണെങ്കിൽ തണുപ്പൊക്കെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ 20 മിനിറ്റ് എങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. ഇന്ന് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യരുത്. നാളെ വേണമെങ്കിൽ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിക്കളയാൻ നോക്കുക.
അപ്പോൾ ഞാൻ പോയി മുടിയൊക്കെ കഴുകിയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.